ഹബ്ബിലേക്കുള്ള റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിലാണ് കൗൺസിലർ സുനിത ഡിക്സന്റെ പ്രതിഷേധം. എറണാകുളം വൈറ്റില ഹബ്ബിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിലെ കുഴികളിൽ വീണും ഒക്കെ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സംഭവം കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ഈ റോഡിലെ കുഴികൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഒരു വർഷം മുമ്പ് ഫണ്ട് അനുവദിച്ചിട്ടും ഈ കുഴികൾ അടയ്ക്കാത്തതിൽ, റോഡ് റീടാർ ചെയ്യാത്തതിലൊക്കെ പ്രതിഷേധവുമായി കൗൺസിലർ സുനിത ഡിക്സൺ തന്നെ നേരിട്ടെത്തിയിട്ടുണ്ട്. റോഡിൽ കുത്തിയിരുന്നാണ് ഈ കുഴികൾക്കെതിരെയുള്ള അവരുടെ പ്രതിഷേധം. കോർപ്പറേഷൻ ഫണ്ട് അനുവദിച്ചതാണ്, പക്ഷെ നിർമ്മാണ ജോലികൾ എങ്ങും എത്തുന്നില്ല. അത് ഒച്ചയിഴയുന്നതിനേക്കാൾ സാവകാശമാണ് ജോലികൾ പോകുന്നതെന്നാണ് പറയുന്നത്. ആളുകൾക്ക് ഈ കുഴി ഇങ്ങനെ മരണക്കെണിയായി മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൗൺസിലറോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഈ കുഴി ആളുകൾക്കൊരു കെണിയായി മാറുന്നത് കൊണ്ടാണോ കൗൺസിലർ തന്നെ റോഡിലേക്ക് നേരിട്ടിറങ്ങിയത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇന്ന് രാവിലെ വരുമ്പോൾ എൻ്റെ കൺമുന്നിൽ വെച്ചാണ് ഒരു കൊച്ചിനെ, അതായത് എന്തോ ഇൻ്റർവ്യൂവിന് പോകുന്നത് പോലെ എനിക്ക് തോന്നിയത്. നല്ല ജോലിക്ക് പോണതാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ കൊച്ചു ചെളിയിൽ ഈ ഒരു അവസ്ഥയിലാണ് ചെളിയിൽ മുങ്ങി ആ കൊച്ചു ഓഫീസിലേക്കോ ഇൻ്റർവ്യൂവിനോ പോയിരിക്കുന്നത്. ആ കൊച്ചിന് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഈ നല്ല ഡ്രസ്സ് ഇട്ട് നമ്മൾ ഈ കൗൺസിലർ എന്നും പറഞ്ഞ് നടക്കണതിൽ ഇനി ഒരു അർത്ഥമില്ല. കാരണം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കണേ. ആ സമയത്ത് ജനങ്ങളെ സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ടായില്ലെങ്കിൽ നോക്കുതേ, കണ്ടോ ഈ കാറിൻ്റെ ഒരു അവസ്ഥ നോക്കി, ആ വീല് നോക്കി, കാറ് കാണാനില്ല, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഒരു ടൂ വീലറിൻ്റെ അവസ്ഥ എന്താ? അപ്പം അതുകൊണ്ട് അതായത് കുഴിയിൽ വണ്ടി കിടക്കണ നോക്കി, അടുത്ത വണ്ടി വരുന്നു, അടുത്ത വണ്ടി തന്നെ, അടുത്ത വണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ വണ്ടികൾ വന്നു, അതിൻ്റെ ഇടയിൽ ഒരു ടൂ വീലർ വരുന്നു. എന്താണ് നമ്മൾ ഇവർക്ക് ഒരു സമ്മാനം പറയുക? ഇവിടെ ഒരാൾ മരിക്കുന്നത് വരെ ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. കുഴികളുടെ കാര്യം നമുക്ക് കണ്ട് മനസ്സിലായി. ആരാണ് ഇത് നന്നാക്കേണ്ടത്? CSML വർക്കാണ്. CSML ആണ് ഈ വർക്ക് ചെയ്യേണ്ടത്. അതിന് ഉത്തരവാദിത്വം, തുല്യ ഉത്തരവാദിത്വം ഹബിനുണ്ട്, ഹബ് അതോറിറ്റിക്കും ഉണ്ട്, മെട്രോനുണ്ട്. കാരണം മെട്രോന്റെ സ്റ്റേഷനാണിത്. റോഡിൽ കുത്തിയിരുന്ന സമരത്തിന് തീർച്ചയായിട്ടും. കാരണം അനാസ്ഥ. ഞാൻ ഇവരുടെ ഒപ്പം നിന്ന് വർക്കിൽ സഹകരിച്ച ആളാണ്. വെയിലും മഴയും കൊണ്ട് ഇവരുടെ ഒപ്പം നിന്നതാ. പക്ഷെ കോൺട്രാക്ടർമാർ 2 തൊഴിലാളികൾ, 3 തൊഴിലാളികൾ. ഇപ്പൊ അവിടെ നോക്കിയാൽ നമുക്ക് കാണാം, 3 തൊഴിലാളിനെ വെച്ച് ഒരു കൊല്ലം ഇവർ ബസ്സൊക്കെ പോകുമ്പോൾ ബസ്സിന് പോലും പോകാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞ, കണ്ടോ നമ്മള് എന്തിനാ ഇങ്ങനെ നികുതിയും കൊടുത്ത് ജീവിക്കുന്നത്? ഇത് അപകടങ്ങളൊക്കെ സ്ഥിരമാണോ? പിന്നെ അപകടങ്ങൾ എല്ലാ ദിവസവും അപകടങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഒരു വണ്ടികൾക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ. ഈ പൊടി ചാടി കാറ്, ഓട്ടോറിക്ഷ, ബസ്സിന്റെ ലീഫ് പൊടിയിൽ ഇത് സ്ഥിരം പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ആർക്കും ഒരു അധികാരികൾക്കും ഒരു അനക്കമില്ല. നമുക്ക് ഈ ബസ് പോകുമ്പോൾ തന്നെ അതിലൊരു ദുരിതം മനസ്സിലാകും. അത്രയും വലിയ കുഴിയാണ്. എന്തായിരിക്കും ഇതിലൊരു ഈ പ്രതിഷേധത്തിന് ഗുണമുണ്ടോ? കൗൺസിലർ തന്നെ പ്രതിഷേധവുമായി റോഡിൽ ഇറങ്ങുമ്പോൾ ഗുണമുണ്ടോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഫണ്ട് അനുവദിച്ചതെന്ന് കൗൺസിലർ ആവർത്തിച്ച് പറയുന്നുണ്ട്. വൈറ്റില ഹബ്ബിലേക്ക് പോകേണ്ട റോഡാണ് ഇങ്ങനെ കുഴികൾ നിറഞ്ഞു കിടക്കുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.